നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോവുകയായിരുന്ന 5 അംഗ കുടുംബം സഞ്ചരിച്ച കാർ കൂറ്റനാട് സെന്ററിന് സമീപം അപകടത്തിൽപ്പെട്ടു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 കൂറ്റനാട് പട്ടാമ്പി റോഡിലെ SN ഹോട്ടലിന് സമീപമായിരുന്നു അപകടം. ഇവർ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ കുറ്റിക്കാട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മലപ്പുറം കരുവാരക്കുണ്ട് സ്വദേശികളായ 5 അംഗ കുടുംബമാണ് കാറിൽ ഉണ്ടായിരുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള യാത്രയ്ക്കിടെ കൂറ്റനാട്ടെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച ശേഷം കൂറ്റനാട് ഭാഗത്തേക്ക് ഇറങ്ങിയ ഉടനെയാണ് അപകടം സംഭവിച്ചത്. ഓട്ടോമാറ്റിക് വാഹനമായ കാറിന്റെ ഡ്രൈവർ ബ്രേക്കിനു പകരം ആക്സിലേറ്റർ അമർത്തിയതോടെ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായി അപകടം സംഭവിക്കുകയായിരുന്നു. അപകട സമയത്ത് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പട്ടാമ്പി കുളപ്പുള്ളി പാതയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഓങ്ങല്ലൂരിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പട്ടാമ്പി തഹസിൽദാറുടെ സാന്നിധ്യത്തിലായിരുന്നു കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന പ്രവൃത്തികൾ നടത്തുന്നത്. പട്ടാമ്പി നിലാശുപത്രി മുതൽ കുളപ്പുള്ളി IPT കോളേജ് വരെയുള്ള പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ഓങ്ങല്ലൂർ മുതൽ പട്ടാമ്പി വരെയുള്ള ഭാഗത്താണ് ഇപ്പോൾ പ്രവർത്തികൾ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഓങ്ങല്ലൂരിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന പ്രവൃത്തികളും പുരോഗമിക്കുന്നത്. നേരത്തെ കയ്യേറ്റങ്ങൾ സർവേയിലൂടെ കണ്ടെത്തിയിരുന്നു. കയ്യേറ്റം നടത്തിയവർക്ക് സ്വയം പൊളിച്ചുമാറ്റുവാനുള്ള സമയവും നൽകിയിരുന്നു. തുടർന്നും കയ്യേറ്റങ്ങൾ പൊളിച്ചുമാറ്റാത്ത ഇടങ്ങളിലാണ് ഇപ്പോൾ അധികൃതരുടെ നേതൃത്വത്തിൽ ഒഴിപ്പിക്കൽ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. പട്ടാമ്പി തഹസിൽദാർ TP കിഷോർ, ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ പ്രവൃത്തികൾ പുരോഗമിച്ചത്. ജനങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള സഹകരണമാണ് ലഭിച്ചതെന്നും തഹസിൽദാർ സൂചിപ്പിച്ചു. നിള IPT റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വ്യാപകമായുള്ള കയ്യേറ്റങ്ങൾ പല ഭാഗത്തും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചത്. നിയമപ്രകാരം സർവേ ചെയ്ത് എല്ലാ ഭാഗങ്ങളും കയ്യേറ്റം കണ്ടെത്തിയതിനെ തുടർന്ന് നിയമാനുസരണം കക്ഷികൾക്ക് നോട്ടീസ് കൊടുത്ത് കയ്യേറ്റം ഒഴിപ്പിക്കുന്ന പ്രവൃത്തിയാണ്. വളരെ സഹകരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന്, അതായത് കെട്ടിട ഉടമസ്ഥന്മാരുടെ ഭാഗത്തുനിന്നൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബലപ്രയോഗം ഇല്ലാതെ തന്നെ നമ്മൾ ഇവിടുന്ന് കയ്യേറ്റം ഒഴിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം ഇതുപോലെ തന്നെ കയ്യേറ്റം ബാക്കിയുള്ള കയ്യേറ്റങ്ങളും കണ്ടെത്തി അത് ഒഴിപ്പിക്കുന്നുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോവുകയും പൂർണ്ണമായിട്ട് കയ്യേറ്റം ഒഴിപ്പിച്ച് ഈ നിള IPT റോഡിന്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുള്ള അറിയിക്കാം. 85 കോടി രൂപ ചെലവിലാണ് റോഡ് നവീകരണം നടപ്പാക്കുന്നത്. കിഫ്ബി വഴിയാണ് തുക അനുവദിച്ചിട്ടുള്ളത്. KRFBയുടെ മേൽനോട്ടത്തിലാണ് നിർമ്മാണ പ്രവർത്തനം. തൃത്താല കോക്കാട് നിയന്ത്രണം വിട്ട കാർ തലകീഴായി വീട്ടുമുറ്റത്തേക്ക് മറിഞ്ഞ അപകടം. ഒതളൂർ റോഡിൽ കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെയായിരുന്നു അപകടം. ആലപ്പുഴ സ്വദേശി സഞ്ചരിച്ചിരുന്ന ഓൾട്ടോ K10 കാറാണ് നിയന്ത്രണം വിട്ട് വീട്ടുമുറ്റത്തേക്ക് മറിഞ്ഞത്. കോക്കാട് സ്വദേശി സുനിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലേക്കാണ് കാർ തലകീഴായി മറിഞ്ഞത്. ആളില്ലാത്തതിനാൽ ആളപായം ഒഴിവായി. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകട കാരണത്തെക്കുറിച്ച് വ്യക്തത വന്നിട്ടില്ല. ബുധനാഴ്ച ഉച്ചയോടെ ക്രെയിൻ എത്തിച്ച ശേഷമാണ് കാർ വീട്ടുമുറ്റത്ത് നിന്നും മാറ്റിയത്. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ വൈദ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാഴ്ച പരിശോധന, ജീവിതശൈലി രോഗ പരിശോധന, വിളർച്ച, സ്കിൻ സ്ക്രീനിംഗ്, TB സ്ക്രീനിംഗ് എന്നിവയാണ് നടത്തിയത്. പെരിങ്ങോട് യൂത്ത് ലൈബ്രറി ഹാളിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM രാജൻ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിജുമോൻ ജോസഫ്, ലൈബ്രറി പ്രസിഡന്റ് A സേതുമാധവൻ, മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു. 100-ലേറെ പേർ ക്യാമ്പിൽ പരിശോധന നടത്തി. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്.
പെട്രോളിനും ഡീസലിനും വില കൂടുന്ന വാർത്തകളൊന്നും ചെറുതുരുത്തി നെടുമ്പുര സ്വദേശി 34-കാരൻ ആരിഫിന് വിഷയമല്ല. ഒരു പതിറ്റാണ്ടിലധികമായി കാളവണ്ടിയാണ് ആരിഫിന്റെ സാരഥി. ബെൻസിലും BMW-വിലും പോകുന്നവർ വരെ ആരിഫിന്റെ വാഹനത്തിനൊപ്പം നിന്ന് സെൽഫി എടുക്കും. തന്റെയും കുടുംബത്തിന്റെയും യാത്രകൾക്ക് ഉപയോഗിക്കുന്ന കാളവണ്ടി ഈ യുവാവിന് അഭിമാനമാണ്. വർഷങ്ങളായി കാളവണ്ടി യാത്ര നടത്തുന്ന ആരിഫിന് മറ്റൊരു വാഹനവും പരീക്ഷിക്കണമെന്ന് തോന്നിയിട്ടുമില്ല. എവിടേക്കായാലും കുടുംബവുമൊത്ത് കാളവണ്ടിയിൽ തന്നെയാണ് യാത്ര. അല്പം പരുത്തിക്കുരുവും പിണ്ണാക്കും മുതിരയും കാടിവെള്ളവും മാത്രമാണ് വണ്ടിയുടെ ഇന്ധനം. അൺലിമിറ്റഡ് മൈലേജും സൂപ്പർ പെർഫോമൻസും ഉറപ്പാണെന്നാണ് യുവാവിന്റെ രസകരമായ ഭാഷ്യം. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ആരിഫിന് കുഞ്ഞുനാൾ മുതൽ കാളവണ്ടി എന്നാൽ ജീവനാണ്. പിതാവ് പരേതനായ മുഹമ്മദിനും അങ്ങനെ തന്നെയായിരുന്നു. യുവാവിന്റെ കുട്ടിക്കാലത്തും വീട്ടിൽ കാളവണ്ടിയുണ്ട്. പിതാവിൽ നിന്ന് കൈമാറിക്കിട്ടിയ കാളവണ്ടി 12 വർഷമായി ആരിഫാണ് പരിപാലിക്കുന്നത്. ഭാര്യ ഷാജിദയ്ക്കും മക്കളായ ആദിയ, ഹാദിയ, ഹയ എന്നിവർക്കുമെല്ലാം കാളവണ്ടി യാത്ര ഏറെ ഇഷ്ടമാണെന്ന് യുവാവ് പറയുന്നു. 16 കിലോമീറ്ററിൽ അധികം ദൂരം ഈ വാഹനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഹോണും ആധുനിക രീതിയിലുള്ള സീറ്റുമെല്ലാം ഒരുക്കി സുന്ദരന്മാരായ കാളക്കുട്ടന്മാർ വലിക്കുന്ന പെയിന്റടിച്ച് മനോഹരമാക്കിയ വാഹനം ഗ്രാമീണ വഴികളിലും സംസ്ഥാന പാതകളിലുമെല്ലാം എത്തുമ്പോൾ ദൃശ്യങ്ങൾ പകർത്താനും സെൽഫി എടുക്കാനും എത്തുന്നവരും നിരവധി. കാളവണ്ടിയും കാളകളും ഏതാനും ഷോർട്ട് ഫിലിമുകളുടെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷവും യുവാവ് പങ്കുവച്ചു. എനിക്ക് എൻ്റെ വാപ്പൻ്റെ മുതൽ ചെറുപ്പം മുതലേ കാളവണ്ടി ഉള്ളതാണ്. ഇപ്പോൾ വാപ്പ മരിച്ചതിന് ശേഷവും ഞാനിത് നിലനിർത്തിക്കൊണ്ടുപോകുന്നു. ഇപ്പോൾ എൻ്റെ കിട്ടിയിട്ട് ഇപ്പോൾ ഒരു 10-12 വർഷമായി ഇത് ഞാനിപ്പോൾ നിലനിർത്തിക്കൊണ്ടുപോകുന്നു. CCTV ന്യൂസ് താളി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട്സ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. DCC സെക്രട്ടറി A. തങ്കപ്പൻ സമരം ഉദ്ഘാടനം ചെയ്തു. സഹകരണ സംഘങ്ങളെയും ജീവനക്കാരെയും ദോഷകരമായി ബാധിക്കുന്ന ചട്ടഭേദഗതികൾ പിൻവലിക്കുക, അശാസ്ത്രീയമായ ക്ലാസിഫിക്കേഷൻ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കരുത്, പ്രമോഷൻ തടയുന്ന പുതിയ ചട്ടങ്ങൾ പിൻവലിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫണ്ട് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. നിരവധി ജീവനക്കാർ മാർച്ചിൽ അണിനിരന്നു. തുടർന്ന് നടന്ന ധർണ DCC പ്രസിഡന്റ് A. തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ നിങ്ങൾ ഓരോ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഓരോ ജീവനക്കാർക്കും അവർക്ക് അർഹമായിട്ടുള്ള ശമ്പളം ലഭിക്കും. പക്ഷേ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ നമ്മളെ ഉപയോഗിച്ചതിലാന്ന് പറയുന്നത് ഓക്കി ദുരന്തം, വെള്ളപ്പൊക്കം, അങ്ങനെയുള്ള അവരുടെ പൂർത്തിനു വേണ്ടി കൈയിട്ട് വാരുന്ന ഒരു സ്ഥാപനമായി മാറ്റി കേരളത്തെ കോപ്പറേറ്റീവ് ബാങ്ക് മുഴുവൻ. ഇപ്പോഴും വന്നിട്ടുണ്ടല്ലോ ഓരോ കോപ്പറേറ്റീവ് ബാങ്ക് ഇത്ര രൂപ കൊടുക്കും. അത് മാത്രമല്ല, സഖാക്കൾ ഭരിക്കുന്ന ബാങ്കുകാർ നമ്മൾക്ക് വേണ്ടി മുന്നറിയിപ്പ് ഞങ്ങളുടെ ബാങ്ക് ഇത്ര ലക്ഷം കൊടുത്തു എന്ന് അവർ നമ്മുടെ ആളുകളെ വിളിച്ചു പറയാം. അപ്പൊ ഞങ്ങളും ഒട്ടന്മാരൊന്നുമില്ല, ഇവർ കൊടുത്തു. നമ്മളൊരു ജനങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. നമ്മളൊക്കെ ലാഭകരമായി പോകുന്ന ബാങ്കുകൾ സാധാരണക്കാർ ദുരിതമനുഭവിക്കുമ്പോൾ, കേരളത്തിൽ ദുരിതമനുഭവിക്കുമ്പോൾ അവർ സഹായിക്കാൻ ബാധ്യതയുണ്ട്, സഹായിക്കും. പക്ഷേ അത് തട്ടിപ്പ് പോലെ ആവരുത്, അല്ലെങ്കിൽ സമ്മർദ്ദം പോലെ ആവരുത്. നമുക്കറിയാലോ, അടുത്ത കാലത്ത് ഐക്യജനാധിപത്യ മുന്നണി ഭരിച്ചിട്ടുള്ള മിക്ക കോപ്പറേറ്റീവ് ബാങ്കുകളും തട്ടിപ്പിലൂടെ പത്തനംതിട്ട, ഇടുക്കി, അങ്ങനെയുള്ള എറണാകുളം ഉൾപ്പെടെ തട്ടിപ്പിലൂടെ കോപ്പറേറ്റീവ് ബാങ്കുകൾ പിടിച്ചെടുത്തു. ഒരു ഭാഗത്ത് കോപ്പറേറ്റീവ് ബാങ്കിന്റെ അവരാണ് സംരക്ഷകരെന്ന് പറഞ്ഞ് ഈ കോപ്പറേറ്റീവ് സെക്ടറെ ഉണ്ടാക്കി UDF കോൺഗ്രസ്. ജില്ലാ പ്രസിഡന്റ് C. കൃഷ്ണകുമാർ അധ്യക്ഷനായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി C. മോഹൻദാസ്, C. ബാലൻ, V. രാമചന്ദ്രൻ, CK മുഹമ്മദ് മുസ്തഫ, KM സുരേഷ്, സജിത്, PK രതീഷ്, കൃഷ്ണപ്രസാദ്, NK റാസി, വിപിൻ, S. രാധാകൃഷ്ണൻ, K. ചന്താമര, S. കേശവദാസ്, സുരേഷ് കുമാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, ആഭ്യന്തര വകുപ്പിലെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക, മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലെ പട്ടാമ്പിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ് സമരം ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ പണി എന്താണെന്ന് ചോദിച്ചാൽ RSSന്റെ ആസ്ഥാനമായ നാഗ്പൂരിൽ നിന്ന് മോഹൻ ഭഗവത് എഴുതിത്തരുന്ന DGPയുടെയും ADGPയുടെയും ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന പണിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്ന് പറഞ്ഞാൽ
നിങ്ങൾക്ക് ആർക്കെങ്കിലും മറിച്ചൊരു മറുപടി ഉള്ളതെന്നാണ് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. മോഹൻ ഭഗവത് തരുന്ന ലിസ്റ്റ്, ആ ലിസ്റ്റ് പ്രഖ്യാപിക്കുന്ന പണിയാണ് കേരളത്തിൽ. ഇവിടെ നടന്ന സംഭവം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനകത്ത് വിഷയം എന്തിനാണ് തൃശ്ശൂർ പൂരം കലക്കിയത് എന്നുള്ള ചോദ്യമാണ്. രണ്ട് ചോദ്യം അതിനകത്ത്. ആരാണ് കലക്കിയത്, എന്തിനു വേണ്ടി കലക്കി? ആ തൃശ്ശൂർ പൂരം നടപ്പാക്കിയത് ആരാണ്? ഇന്നലെ കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗത്തിനകത്ത് പറഞ്ഞു, ആരാണ് എന്ന് ഇപ്പോഴും അറിയാത്ത ഒരു റിപ്പോർട്ടിന്റെ പേരിൽ എന്തിനാണ് മാധ്യമങ്ങളെ, കോൺഗ്രസുകാരെ നിങ്ങൾ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നതെന്നാണ് ചോദിച്ചത്. ADGP തന്നെ അന്വേഷിക്കുകയാണ്. ADGP തന്നെ ഇതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുക. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് അധ്യക്ഷനായിരുന്നു. DCC സെക്രട്ടറി P ഉണ്ണികൃഷ്ണൻ, ജിതേഷ് മൊഴിക്കുന്നം, KR നാരായണസ്വാമി, ഉമ്മർ കീഴായൂർ, സേതു കോടനാട്, K സന്തോഷ് കുമാർ, K അഭിലാഷ്, മറ്റു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ, പോഷക സംഘടനാ നേതാക്കൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക, രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനകർക്കെതിരെ നടപടി സ്വീകരിക്കുക, ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂനമുച്ചി സെന്ററിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റഷീദ് കുഴികരയുടെ അധ്യക്ഷതയിൽ ചേർന്ന കൂട്ടായ്മ KPCC ഡിജിറ്റൽ മീഡിയ കൺവീനർ ഡോക്ടർ P സരീൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ DCC സെക്രട്ടറിമാരായ ബാബു നാസർ, P മാധവദാസ്, ബാലകൃഷ്ണൻ, ഷംസുദ്ദീൻ കൂച്ചനാട്, ബാബ മാളിയേക്കൽ, ഉമ്മർ മൗലവി തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.